ഹലോ എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ ആണ് പഠിച്ചല്ലേ. ഇന്ന് നമുക്ക് വർക്കിംഗ് ഓഫ് ഹാർട്ട്, അതായത് ഹാർട്ടിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർട്ടിന്റെ പാർട്സ് ഒക്കെ പറഞ്ഞു. അതായത് ഹാർട്ടിന്റെ ചേമ്പേഴ്സ്, അറകൾ ഏതൊക്കെയാണ്, ഹാർട്ടിനകത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ ഏതാണ്, പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ ഏതാണ്, വാൽവുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഓർഗൻ അല്ലെങ്കിൽ പേശി നിർമ്മിതമായിട്ടുള്ള ഒരു അവയവമാണ്. അപ്പൊ ഈ ഹാർട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 24 hours 24 മണിക്കൂറും ഒരു മുടക്കോ ഇല്ലാതെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട്. അപ്പൊ ഈ ഹാർട്ടിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും ബ്ലഡ് വന്ന് എത്തിച്ചേരുന്നത് ഏട്രിയത്തിലേക്കാണ്. അതായത് നമുക്കറിയാം ഹാർട്ടിന്റെ മുകളിലത്തെ 2 ചേമ്പേഴ്സ്, അറകളാണ് ഏതെന്ന് പറയുന്നത് ഏട്രിയം. റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്. അപ്പൊ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും ബ്ലഡ് വരുന്നത്, അതായത് പുറത്തുനിന്ന് എപ്പോഴും ബ്ലഡ് വന്നു ചേരുന്നത് എങ്ങോട്ടായിരിക്കും, ഏട്രിയങ്ങളിലേക്കായിരിക്കും. ഇനി ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് എന്ന് പറയുന്നത് വന്നെത്തുന്നത് എവിടേക്കാണ്, റൈറ്റ് ഏട്രിയം അല്ലെങ്കിൽ വലത് ഏട്രിയത്തിലേക്കാണ്. അപ്പൊ അതുപോലെ തന്നെ ലങ്സിൽ നിന്നും, ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് എത്തിച്ചേരുന്നത് എവിടേക്കാണ്, ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. അതായത് പുറത്തു നിന്നും ബ്ലഡ് എത്തുന്ന എവിടേക്കാണ്, ഏട്രിയങ്ങളിലേക്കാണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജൻ കൂടിയ ബ്ലഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഏട്രിയം, ഇടത് ഏട്രിയത്തിലേക്ക് എത്തും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ആദ്യം, അതായത് ഈ ബ്ലഡ് പുറത്തു നിന്ന് ഹാർട്ടിനകത്തിലേക്ക് എത്തുന്ന സമയത്ത് ഹാർട്ട് എന്ന് പറയുന്ന ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വിശ്രമാവസ്ഥയിലായിരിക്കും. അപ്പൊ ഈ വിശ്രമാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഹാർട്ടിന്റെ ചേമ്പേഴ്സിനകത്തിലേക്ക് എന്ത് വരുന്നത്, പുറത്തു നിന്നും ബ്ലഡ് വരുന്നത്. ഇനി ഇപ്പൊ ഈ ഏട്രിയങ്ങൾ രണ്ടും എന്ത് ചെയ്തു, ബ്ലഡ് കൊണ്ട് ഫില്ലായി. റൈറ്റ് ഏട്രിയത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയത്തിൽ എന്തോ ഉണ്ട്, ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡും ഉണ്ട്. ഇനി ഈ ഏട്രിയങ്ങൾ ബ്ലഡ് കൊണ്ട് ഫില്ലാകുമ്പോഴത്തേക്ക് അവിടെയുള്ള 2 വാൽവുകൾ, ഏതൊക്കെയായിരുന്നു 2 വാൽവുകൾ, ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. ആ വാൽവ് രണ്ടും എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും, തുറക്കും. തുറക്കുന്ന സമയത്ത് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. അതായത് ട്രൈകസ്പിഡ് വാൽവ് തുറക്കുമ്പോൾ വലത് ഏട്രിയത്തിൽ നിന്ന് രക്തം എവിടേക്ക് വരുന്നു, വലത് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഇനി ലെഫ്റ്റ് ഏട്രിയം അല്ലെങ്കിൽ ഇടത് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് എവിടോട്ട് വരുന്നു, ഇടത് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അപ്പൊ അവിടെ ആ വാൽവുകൾ തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ചേമ്പേഴ്സ്, അതായത് അപ്പർ ചേമ്പേഴ്സ്, ഏട്രിയങ്ങൾ എന്ത് ചെയ്യണം, കോൺട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ സങ്കോചിക്കണം. അപ്പം ഏട്രിയങ്ങൾ രണ്ടും ബ്ലഡ് കൊണ്ട് ഫില്ലാകുമ്പോൾ അവർ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ സങ്കോചിക്കും. സങ്കോചിക്കുന്ന സമയത്താണ് ഏതൊക്കെ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നത്, ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്കും ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും എത്തും. ഇനി ഈ വെൻട്രിക്കിൾ ഇപ്പൊ എന്ത് ചെയ്തു, ബ്ലഡ് കൊണ്ട് ഫില്ലായി. അപ്പൊ ഉടനെ വെൻട്രിക്കിൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കോൺട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സങ്കോചിക്കുന്നു. സങ്കോചിക്കുമ്പോൾ ഇവിടെയുള്ള 2 വാൽവുകൾ, ഏതൊക്കെയാണ് ഇവിടെയുള്ള 2 വാൽവുകൾ, അതായത് സെമിലൂണാർ വാൽവ്സ് ആണ് അല്ലെ. സെമിലൂണാർ വാൽവുകൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. സെമിലൂണാർ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് റൈറ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ വലത് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനിയിലൂടെ എവിടേക്ക് പോകും, ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പോകും. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ ഇടത് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് എന്ന് പറയുന്നത് അയോർട്ട, മഹാധമനി വഴി ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് പോകും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് വെൻട്രിക്കിൾ എന്ത് ചെയ്തു, കോൺട്രാക്ട് ചെയ്തു, സങ്കോചിച്ചു അല്ലെ. അപ്പൊ സങ്കോചിച്ചപ്പോഴാണ് സെമിലൂണാർ വാൽവ്സ് എന്ത് ചെയ്ത്, ഓപ്പൺ ആയത്. ഈ സെമിലൂണാർ വാൽവുകൾ ഓപ്പൺ ആവുമ്പോൾ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും എന്ത് ചെയ്യും, അടയും. അടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വെൻട്രിക്കിളുകളിൽ നിന്നും ബ്ലഡ് ഏട്രിയങ്ങളിലേക്ക് പ്രവേശിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഏട്രിയങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ ഏട്രിയങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഈ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും എന്ത് ചെയ്യും, ഒന്ന് അടയും. പകരം ഏതൊക്കെ ഓപ്പൺ ചെയ്യും, സെമിലൂണാർ വാൽവുകൾ ഓപ്പൺ ചെയ്യും. രക്തം എന്ത് ചെയ്യും, വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് പോകും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഏട്രിയം ആദ്യം എന്ത് ചെയ്തു, കോൺട്രാക്ട് ചെയ്തു. അതിനുശേഷം വെൻട്രിക്കിളുകൾ എന്ത് ചെയ്തു, കോൺട്രാക്ട് ചെയ്തു. അപ്പൊ ഈ കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ അല്ലെങ്കിൽ ഏട്രിയത്തിന്റെ സങ്കോചത്തെ വിളിക്കുന്ന പേരാണ് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് വിളിക്കും. അതായത് ദ കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ ഈസ് കാൾഡ് ഏട്രിയൽ സിസ്റ്റോൾ. ഇനി അതിനുശേഷം എന്താണ് കോൺട്രാക്ട് ചെയ്തത്, വെൻട്രിക്കിൾസ് ആണ് അല്ലെ. വെൻട്രിക്കുലാർ കോൺട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് വിളിക്കും. അതായത് കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾസ് ഈസ് കാൾഡ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. അപ്പൊ ആദ്യം ഏട്രിയം കോൺട്രാക്ട് ചെയ്തു, പിന്നീട് വെൻട്രിക്കിള് കോൺട്രാക്ട് ചെയ്തു. അപ്പൊ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ബ്ലഡ് പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു.
അപ്പൊ ഈ ഏട്രിയോ വെൻട്രിക്കിളും എന്ത് ചെയ്തു ഇപ്പൊ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചേംബേഴ്സ് എല്ലാം എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വിശ്രമാവസ്ഥയിലേക്ക് എത്തും, അല്ലെങ്കിൽ പൂർവ്വസ്ഥിതി പ്രാപിക്കും. അപ്പൊ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഹാർട്ട് ചേംബേഴ്സ്, അതായത് ഹൃദയത്തിന്റെ അറകൾ എന്ത് ചെയ്യുന്നു, 4 അറകളും റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റോൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ജോയിന്റ് ഡയസ്റ്റോൾ. അതായത് 4 ചേംബേഴ്സും ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്, റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും, ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് വിളിക്കും. ആ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഏട്രിയം വീണ്ടും എന്ത് ചെയ്യുന്നു, പുറത്തു നിന്നും ബ്ലഡ് എവിടേക്ക് വരുന്നു, ഹൃദയത്തിന്റെ ഏട്രിയങ്ങളിലേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ കോൺട്രാക്ഷനും ഉണ്ട്, റിലാക്സേഷനും ഉണ്ട്. കോൺട്രാക്ഷൻ അല്ലെങ്കിൽ സങ്കോചത്തെ വിളിക്കുന്ന പേര് സിസ്റ്റോൾ, റിലാക്സേഷൻ അല്ലെങ്കിൽ വിശ്രമാവസ്ഥ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനെ വിളിക്കുന്ന പേര് ഡയസ്റ്റോൾ. അപ്പൊ ഇവിടെ ആദ്യം ഏട്രിയം എന്ത് ചെയ്തു, കോൺട്രാക്ട് ചെയ്തപ്പോൾ ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പോയി. അതിനുശേഷം വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്തു, അതിനെ വിളിക്കുന്ന പേര് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. അപ്പൊ ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് പോയി. അതിനുശേഷം 4 ചേംബേഴ്സും എന്ത് ചെയ്തു, ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ വന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ജോയിന്റ് ഡയസ്റ്റോൾ. അപ്പൊ ആദ്യം ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ. ഇത് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് കാർഡിയാക് സൈക്കിൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാർഡിയാക് സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് ഹാർട്ട് ബീറ്റ്, അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം എന്ന് വിളിക്കും. അപ്പൊ ഒരു ഹൃദയസ്പന്ദനം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർന്നിട്ടുള്ളതാണ്, ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആൻഡ് ജോയിന്റ് ഡയസ്റ്റോൾ. അപ്പൊ ഇതിങ്ങനെ സൈക്ലിക്കലായിട്ട് നടക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കാർഡിയാക് സൈക്കിൾ. ഒരു കാർഡിയാക് സൈക്കിളിനെ വിളിക്കുന്ന പേര് ഹാർട്ട് ബീറ്റ് എന്ന് വിളിക്കും. അതായത് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് ഈസ് കാൾഡ് ഹാർട്ട് ബീറ്റ്. അപ്പൊ ഒരു മിനിറ്റിൽ 72 ടൈംസ് ആണ് നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യുന്നത്, ബീറ്റ് ചെയ്യുന്നത്. ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ്. അതായത് ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കുന്നതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്. ഇനി ഇതുപോലെ തന്നെ ഈ ഹാർട്ടിന്റെ കോൺട്രാക്ഷന് റിലാക്സേഷന് സഹായിക്കുന്ന അവിടുത്തെ മസിൽസ് ആണ് ഇല്ലേ. ഇനി അത് കൂടാതെ തന്നെ ഈ റൈറ്റ് ഏട്രിയത്തിന്റെ വാൾ ഭിത്തിയിൽ ഒരു മസിൽ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എസ്എ നോഡ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സിനോ ഏട്രിയൽ നോഡ്. അതാണ് ഏട്രിയത്തിന്റെ കോൺട്രാക്ഷന് സഹായിക്കുന്നത്. അതുകൊണ്ട് അതിനെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്നും വിളിക്കും. പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് വിളിക്കുന്ന പാർട്ട് ഏതാണ്, എസ്എ നോഡാണ്. അത് എന്തിനെ സഹായിക്കുന്നു, ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ സങ്കോചത്തിന് സഹായിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹാർട്ടിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുവായിരുന്നു ഹാർട്ടിന്റെ വർക്കിങ്ങിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് കാർഡിയാക് സൈക്കിൾ ഇല്ലേ. അതിനകത്ത് ഏട്രിക് സിസ്റ്റോൾ ഉണ്ട്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ഉണ്ട്, ജോയിന്റ് ഡയസ്റ്റോൾ ഉണ്ട്. ഒരു കാർഡിയാക് സൈക്കിളിനെ വിളിക്കുന്ന പേര് ഹാർട്ട് ബീറ്റ്. അതിനെടുക്കുന്ന സമയം 0.8 സെക്കൻഡ്. ഇത് ഒരു കാർഡിയാക് സൈക്കിളിന് എടുക്കുന്ന സമയം 0.8 സെക്കൻഡ്. ഒരു മിനിറ്റിൽ എത്ര തവണയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, 72 ടൈംസ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹാർട്ടിന്റെ വർക്കിംഗ്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.